ചേർന്നിരിക്കുന്നത് ഒരു സിനിമ ആഘോഷിക്കാനാണ്. മലയാള സിനിമയിൽ ആഘോഷമായി മാറാൻ പോകുന്ന ഒരു സിനിമയുടെ ആഘോഷക മൂവി ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞ വർഷം നമ്മൾ അനൗൺസ് ചെയ്ത് ഇത്രയും നാളുകൊണ്ട് ചിത്രീകരണം പൂർത്തിയാക്കി പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളിലേക്ക് കടന്നിരിക്കുന്ന വളരെ സ്റ്റാർട്ടായിട്ടുള്ള if I'm not mistaken, May 3rd, 2024 റിലീസിന് ഒരുങ്ങുന്ന ഒരു സിനിമ. ഡെഫിനറ്റ്ലി 2024 ഷോ ബെറ്റായിരിക്കും ഈ സിനിമ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റും ഒക്കെ തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. സിനിമയുടെ പേരെന്താ ഞാൻ പറയാനുള്ളത്? ഇപ്പോ ഒന്നുകൂടെ ഉറക്കെ പറയാണ്, സിനിമയുടെ പേര് നടികൾ തിലകം എന്ന് കേൾക്കുമ്പോൾ ഒരു നല്ല കയ്യടി ഞാൻ നിങ്ങളുടെ സൈഡിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സിനിമ ഓക്കെ പ്ലീസ്, സിനിമ ഓക്കെ ഓക്കെ. സോ നടികൾ തിലകം എന്ന സിനിമ ഇന്നിവിടെ നടക്കുന്നത് ഇതിന്റെ ലോഞ്ച് അല്ല, ബിക്കോസ് മൂവി ഈസ് ഓൾറെഡി ലോഞ്ച്ഡ്. ഇതിന്റെ പ്രീ ലോഞ്ച് സെറമണി ആണോ? അല്ല. അല്ലെങ്കിൽ പ്രീ റിലീസ് സെറമണി ആണോ? അല്ല. മ്യൂസിക് ലോഞ്ച് ആണോ? അല്ല. സക്സസ് സെലിബ്രേഷൻ ആണോ? ആവാൻ വഴിയില്ലല്ലോ, സിനിമ റിലീസ് ആയിട്ടില്ല. ഇന്നിവിടെ നടക്കുന്നത് ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്യുന്ന ചടങ്ങാണ്. അത് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അതിനെപ്പറ്റി മാത്രമേ പറയാവൂ എന്ന് ലാൻസറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞോളൂ. സോ ഹാവിംഗ് സെഡ് ദാറ്റ്, നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടെ നമ്മുടെ നടികൾ തിലകം എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ലോഞ്ചിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. തുടരുന്നതിന് മുമ്പ് ഔപചാരികമായിട്ട് നിങ്ങളെ എല്ലാവരെയും ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്ന ഒരു റെസ്പോൺസിബിലിറ്റി കൂടി എന്റേതുണ്ട്. If I could start by officially welcoming all my media friends to the event. എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ, നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഒരു സിനിമയുടെ വിജയത്തിന് എന്തുമാത്രം ഇമ്പോർട്ടന്റ് ആണ് ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരുടെയും സഹകരണ പ്രതീക്ഷയോടും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം നമ്മുടെ മീഡിയ ഫ്രണ്ട്സിന്. ഇൻവൈറ്റ് ചെയ്ത് നമ്മുടെ കൂടെ ഇന്ന് ചേർന്നിട്ടുള്ള ഒരുപാട് ഗസ്റ്റ്സ് ഉണ്ട്, അവർക്കും സ്വാഗതം. നമ്മുടെ സിനിമയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടെക്നീഷ്യൻസ് ഇവിടെയുണ്ട്, അവർക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഫ്രണ്ട് റോസിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ കണ്ണിങ്ങനെ തിളങ്ങാണ്, ആരെയൊക്കെ എങ്ങനെയൊക്കെ എന്തും ചെയ്യണം എന്നാണ്. If I could start by welcoming our chief guest of the day, Professor സ്നേഹപൂർവ്വം സ്വാഗതം. എനിക്ക് തമ്മിൽ ഒരു ലക്ഷ്യമില്ല. And of course, the captain of the ship, Jean Paul Lal, popularly known as Junior Lal. Junior മാത്രമല്ല, senior തൊട്ടുകൊണ്ടിരിക്കുന്നത് Lal sir, സ്വാഗതം. And right next to him we have Suresh Krishna sir. ഒരു സിനിമ സംഭവിക്കുന്നെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അവരില്ലാതെ ഒരു പരിപാടിയും നടക്കില്ല എന്നുള്ളതുകൊണ്ട് we have that being their babies from Maitri Movie Makers, one of our production partners, and of course Alan Anthony and Alan Vengoba, speed ആണ്. ഇത് രണ്ടുപേരും ചേർന്നാണ് സിനിമ നമ്മളിലേക്ക് എത്തിക്കുന്നത്. കഴിഞ്ഞു ഇല്ല, we have a super protagonist. Tobino is right here in front of him. He's very handsome, he's very talented. Tobino is here. Sorry, ചേട്ടാ സ്വാഗതം. സ്നേഹം മാത്രമേ പറയാനുള്ളൂ. And if I could also mention Mr. Alvin, നമ്മുടെ DOP കൈകാര്യം ചെയ്തിരിക്കുന്ന അദ്ദേഹമാണ്. സ്ക്രിപ്റ്റ് റൈറ്റർ സുമിൻ മ്യൂസിക് is very important. യാക്സൺ and നേഹയാണ് സംഗീതം ഒരുക്കിയിരിക്കുന്നത്. കോസ്റ്റ്യൂം is being brought to us by ഏക്ത. മേക്കപ്പ് ചെയ്തിരിക്കുന്നത് RG വയനാട്. ആൻഡ് എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്നത് രതീഷ് രാജ്. ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ കുറെ നേരം സംസാരിക്കുന്നു. ഇനി സംസാരിക്കാനായിട്ട് ഞാൻ ഞാൻ പറഞ്ഞു ഓക്കെ. ഇപ്പൊ ലാൽ സാർ ഇനി സാർ അവിടെ ഇരിക്കണ്ട, ഇനി സാറ് കൊണ്ടുവരണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയേണ്ടതും പറയേണ്ട പോലെ പറയേണ്ടതും ഒക്കെ സാറാണ്. അപ്പൊ ജൂനിയറിനും സീനിയറിനും വേദിയിലേക്ക് സ്വാഗതം. ലെറ്റ്സ് വെൽക്കം ദി ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ്, ഡയറക്ടർ ജിൻ പോൾ. പുറകെ വരാമെന്ന് പറഞ്ഞു. സീനിയർ ജൂനിയർ അവിടെ ഇരിക്കട്ടെ. നമസ്കാരം. നടികൾ തിലകം തെലങ്കാനയിലെ വലിയ പ്രൊഡ്യൂസേഴ്സായ മൈത്രി മൂവി മേക്കേഴ്സും ഗോഡ് സ്പീഡ് പറയുന്ന കമ്പനിയും ചേർന്ന് ഒരുമിച്ച് നിർമ്മിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ടോവിനോ തോമസ്, സൗബിൻ, സുരേഷ് കൃഷ്ണ, ബാലു, ഭാവന, പിന്നെ ഒരുപിടി 20ഓളം ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്ന എന്റെ മകൻ ലാൽ ജോലിയിൽ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് നടികൾ തിലകം.
ജീനന്റെ ഷൂട്ടിങ്ങുമായിട്ട് കാശ്മീരായിരുന്നു. ഒരു ദിവസം എനിക്കൊരു ഫോൺ കോൾ വന്നു. അത് നമ്മുടെ പ്രിയങ്കരനായ പ്രൊഫസറിന്റെ ആയിരുന്നു. പ്രൊഫസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടെ വർക്ക് ചെയ്ത എല്ലാവർക്കും ഇത്രയും മര്യാദ കൊടുക്കുന്ന, ഇത്രയും എളിമയായി സംസാരിക്കുന്ന, ഇത്രയും ആതിഥേയ മര്യാദയുള്ള, എനിക്ക് തോന്നുന്നു സാധാരണ വർക്ക് ചെയ്യുന്ന മിക്കവാറും എല്ലാവരും അദ്ദേഹത്തിന്റെ വീട്ടില് ഭക്ഷണത്തിന്റെ രുചി അറിഞ്ഞിട്ടുണ്ടാവും. നല്ലൊരു ഭക്ഷണം പ്രിയം കൂടിയാണ് അദ്ദേഹം. എന്നെയും പല പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് വീട്ടിൽ വരണം. വീട്ടിൽ മാത്രമല്ല, സേലം വഴി പോവുകയാണെങ്കിൽ ഭാര്യ വീട്ടിൽ കയറി ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സ്നേഹമുള്ള, നന്മയുള്ള അദ്ദേഹത്തിന്റെ ഫോൺ കോളാണ് എനിക്ക് അന്നെത്തിയത്. ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോ സാറ് പറഞ്ഞു, കേരളത്തിലൊരു പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്, ആ പടത്തിന്റെ പേര് നടികൾ തിലകം എന്നാണ്. ഞാൻ സാറത് എന്റെ മകൻ സംവിധാനം ചെയ്ത സിനിമ. അയ്യോ അപ്പൊ എന്റെ പുറത്തേക്ക് ചിരിച്ചോണ്ടി ഞാൻ എന്താ സാറേ സാർ പുള്ളി തപ്പി കളിക്കുന്നു. വീണ്ടും ചോദിച്ചപ്പോ വേറെ ഒന്നുമല്ല സാർ, എന്റെ സ്വന്തം എന്നെ മാത്രമല്ല ചായ തരാൻ വേണ്ടി വരുന്ന പ്രൊഡക്ഷൻ ബോയ്സ് മുതൽ എല്ലാവരെയും സാറ് കൂട്ടിയിട്ട് അദ്ദേഹം വിളിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, നടികൾ തിലകം എന്ന് പറയുന്നത്. ആ പേര് ശിവാജി ഗണേശന് എല്ലാവരും ഒരു സെന്റിമെന്റലായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പേരാണ്. അതിന് ഒരുപാട് വികാരങ്ങളുണ്ട് അതിനകത്ത്. അപ്പൊ ആ പേര് ഒരു സിനിമയ്ക്ക് വരുന്നത് മുൻപൊരിക്കലും തമിഴ്നാടോ ആ പേരിനെ ആശ്രമിച്ചതാണ്. അപ്പോ സ്നേഹപൂർവ്വം പറഞ്ഞത് ഒഴിവാക്കി. ഇത് സാഹിത്യം എങ്ങനെ പറയുന്നത്, ഇത്രയും നാളായില്ലേ എന്റെ വർക്കൊക്കെ തുടങ്ങിയിട്ട്, ഇപ്പൊ അത് എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ടാവും. ഇപ്പൊ എങ്ങനെയാണ് മാറ്റാൻ പറയുന്നത് എനിക്കറിയില്ല. ഒരു ഇത് ആവശ്യമായിട്ടോ അല്ല, ഒരു എന്താ പറയാ, എന്റെ ഒരു ഡിമാൻഡായിട്ടൊന്നുമല്ല, എന്റെ ഒരു റിക്വസ്റ്റ് ആണ്. സാർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അദ്ദേഹം മാറ്റിയാൽ നന്നായിരുന്നു. ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയി. കാരണം എന്താ വെച്ചാലും ഒരു 7-8 മാസത്തോളമായിട്ട് ഇതിന്റെ പരസ്യങ്ങൾ നിങ്ങളുടെ ഒരു സഹായത്തോടെ എല്ലാവരുടെയും നടികത്തിൽ എന്നൊരു പേര് എത്തിച്ചു കഴിഞ്ഞു. ഇനി ആ പേര് മാറ്റുക എന്ന് പറഞ്ഞാൽ മറ്റൊരു പേരുമായിട്ട് വീണ്ടും ഇതേ ജോലി തിരിച്ചും ആവർത്തിക്കുക എന്ന് പറയുന്ന ഒരു സമഗ്രമായിട്ടുള്ള ജോലിയോടെ കിടപ്പുണ്ട്. എന്താ ചെയ്യേണ്ടെന്നാണ് നമ്മൾ പറഞ്ഞാൽ അവര് കാശ്മീർ ഷൂട്ടിംഗ് വരികയാണ്. അവര് അടുത്ത ആഴ്ച വരും. ഞാൻ അപ്പോഴും അതിന്റെ ഒരു കഴിയുന്നതും പോസിറ്റീവായിട്ടൊരു മറുപടി പറയാം എന്ന് പറഞ്ഞ് ഞാൻ വെച്ചു കഴിഞ്ഞതിന് ശേഷം സാറിന്റെ ഒരു വോയിസ് മെസ്സേജ് കൂടി വന്നു. എന്നോട് സോറി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അങ്ങോട്ട് എത്തിച്ചതിന് പറ്റുമെങ്കിൽ ചെയ്താൽ മതി, നോക്കിയിട്ട് മതി എന്നൊക്കെ പറയുന്നൊരു റിക്വസ്റ്റ് പോലെ ഒരു സംഭവമാണ്. അപ്പൊ ഞാൻ കരുതി ഒരാഴ്ച കഴിഞ്ഞ് ഇവര് കാശ്മീരിൽ നിന്ന് വരുന്നവരെയും ഇതിനൊരു മറുപടി പറയാതെ വെയിറ്റ് ചെയ്യിക്കുന്ന ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ലാതെ കരുതി ഞാൻ അടുത്ത ദിവസം തന്നെ കാശ്മീരിലേക്ക് ഞാൻ പോയി. ഞാൻ പോകേണ്ടതാണ്, ഒരാഴ്ച കഴിഞ്ഞ് പോകേണ്ടതാണ്. പക്ഷെ അടുത്ത ദിവസം തന്നെ ഞാൻ കാശ്മീരിലേക്ക് ചെന്നു. അവിടെ ചെന്ന് ജീനെ ഒന്നും സമാധാനമായിട്ടിരിക്കുന്ന സമയത്ത് അവരാണെങ്കിൽ സിനിമ എന്ന് പറഞ്ഞ വേറൊരു ഭാഗമായിട്ടുള്ള അവസ്ഥയിലാണ്. അപ്പൊ അതിനിടയ്ക്ക് മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ പ്രൊഡക്ഷൻ കഴിഞ്ഞാണെങ്കിൽ എന്താണെങ്കിലും എങ്കിലും സംസാരിക്കാൻ നിർത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു പ്രശ്നമുണ്ടില്ല ജീനെ. ഞാൻ എന്നിട്ട് ആ വോയിസ് മെസ്സേജ് കേൾപ്പിച്ചു കൊടുത്തു. അത് കേട്ട് കഴിഞ്ഞ ഉടനെ അനുജി പറഞ്ഞു, ഇപ്പം നമ്മുടെ പേര് മാറ്റുന്നു, അതിനകത്ത് സംശയമൊന്നുമില്ല. ഞാൻ ചോദിച്ചോളാം, പുതിയ പേരെന്തെങ്കിലും ആവട്ടെ. പ്രതിസാറിനെ പോലത്തെ ഒരാള് ഈ പറയുന്ന വാക്കുകളിൽ എല്ലാം ഒരു സ്നേഹമുണ്ടല്ലോ, അപ്പനോടുള്ള പിതാവിനോടുള്ള സ്നേഹം. അത് നമ്മൾ തട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഐശ്വര്യക്കേട് ഭയങ്കരമായിരിക്കും. നമ്മൾ പേര് മാറ്റുന്നു അപ്പൊ അത് എന്താണെങ്കിൽ പേരെന്നൊക്കെ നമുക്ക് പിന്നെ അറിയിക്കാം. അദ്ദേഹത്തെ വിളിച്ചിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് പറയണമെന്ന് ഞാൻ അടുത്ത ദിവസം തന്നെ സാറിനെ വിളിച്ചു. സാറ് നമ്മുടെ പേര് മാറ്റി സാറ്, കുഴപ്പമില്ല, എന്തെങ്കിലും പേര് കണ്ടുപിടിച്ചിട്ട് മാറ്റിക്കോളാം, കുഴപ്പമില്ല. സാർ അങ്ങനെ മുഴുവനായിട്ട് മാറ്റണ്ട, നടികർ തിലകം ഫാൻ അങ്ങനെ എന്തെങ്കിലും മാറ്റിയാലും മതി, നടത്തിലേക്ക് മൊത്തത്തിൽ മാറ്റണ്ട, അത് വെച്ചോളൂ. ഞങ്ങൾ സാറേ നമ്മൾ ആവശ്യം തീരുമാനിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പോൾ എന്റെ മനസ്സിലെ ഒരു സ്വാർത്ഥ ബുദ്ധി ഒന്നും ഉണർന്നു. ഇതെങ്ങനെ ഒരു കച്ചവടത്തിലേക്ക് കൊണ്ടുവരണമല്ലോ, ഒരു കാര്യം ഇത് ഇറങ്ങുമ്പോ അതിനകത്ത് ലാഭം കിട്ടണമല്ലോ. ഞാൻ പറഞ്ഞു സാർ ഒരു റിക്വസ്റ്റ് ഞാൻ തിരിച്ചു വെച്ചോട്ടെ. ഞാൻ ആ പേര് മാറ്റുന്നതിന് ശേഷം തീരുമാനിച്ചതിന് ശേഷം സാറ് വന്നിട്ട് സാറിന്റെ വായിൽ നിന്ന് ആ പേര് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് ഒന്ന് പറഞ്ഞാൽ അതിന് വലിയൊരു മൈലേജ് കിട്ടും. അതിനൊന്ന് സാർ വരാം. ഉടനെ സാർ പറഞ്ഞത് എന്താ റിക്വസ്റ്റ് ഇത് ഞാൻ പറയേണ്ടതല്ലേ, എന്റെ ആവശ്യമല്ലേ, ഞാൻ പറഞ്ഞിട്ടുള്ളതായിരുന്നു. നമ്മുടെ നല്ല സമയത്ത് ഞങ്ങളുടെ അവസ്ഥ തന്നെയാണ്. സാറ് വരണം, സാറ് വന്നിട്ട് പേര് പുതിയ പേര് അനൗൺസ് ചെയ്താൽ ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്ന പേരിനേക്കാൾ
ഐശ്വര്യവും ഉണ്ടാവും, അതിന് വേറെ മൈലേജും ഉണ്ടാവും. തീർച്ചയായിട്ടും എപ്പോഴാണെന്ന് വെച്ചാൽ തീരുമാനിച്ചാൽ മതി, അന്ന് വന്നിട്ട് ഞാൻ പേര് മാറ്റി അനൗൺസ് ചെയ്തോളാം എന്ന് പറഞ്ഞതനുസരിച്ചിട്ടാണ് സാറ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പോ ഇതിനൊരു പുനർനാമകരണം ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു പ്രത്യേകത കൂടി ഇന്നത്തെ ഈ ദിവസത്തിനുണ്ട്. അതാണ് ചടങ്ങ്. അപ്പോ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് 2 വാക്ക് പറയാൻ ടൊവിനോയെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാനും പ്രഭു സാറും ഞാൻ അഭിയും അനുവും എന്നുള്ള സിനിമ തമിഴിൽ ആദ്യമായിട്ട് ഞാൻ ചെയ്ത സമയത്ത്, എന്റെ ആദ്യത്തെ തമിഴ് സിനിമയാണ്. ആ സമയത്ത് ആണ് ഞാൻ അദ്ദേഹത്തിന് പരിചയപ്പെട്ടിട്ടുള്ളത്. അപ്പോ അദ്ദേഹം വീട്ടിൽ നിന്ന് എല്ലാവർക്കും ഉള്ള ഭക്ഷണമൊക്കെ കൊണ്ടുവരുന്ന ആളാണ്. എപ്പോഴും ചിരിച്ച മുഖത്തോട് മാത്രം കാണുന്ന ഒരാൾ, എല്ലാവരോടും സ്നേഹത്തോടും കൂടി മാത്രം പെരുമാറുന്നത്. നമുക്ക് ഭയങ്കര അഡ്മറബിൾ ആയിട്ടുള്ള പെരുമാറ്റവും ഒക്കെയുള്ള അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ അച്ഛൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നടികർ തിലകം ശിവാജി ഗണേശൻ സാറിന്റെ ആ ഒരു ടൈറ്റിലൊക്കെ ഒരു സിനിമയിലൊക്കെ അഭിനയിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. നടികർ തിലകം എന്നുള്ള ടൈറ്റിൽ അങ്ങനത്തെ ഒരു കണക്ഷനെങ്കിലും ശിവാജി ഗണേശൻ സാറുമായിട്ട് കിട്ടുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമായിട്ട് കിട്ടുന്നത്. പക്ഷെ അതൊരിക്കലും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുടെ ഒരു വിഷമം ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെ ചെയ്യേണ്ട, അത് ശരിയല്ല, ഞങ്ങൾ എല്ലാവരും മനസ്സിലാക്കുന്നു. ഒപ്പം അദ്ദേഹം ഇവിടെ വരികയും നമ്മുടെ കൂടെ ഈ സമയത്ത് ഉണ്ടാവുകയും നമ്മൾക്ക് എല്ലാവിധ ആശീർവാദവും തരും എന്നുള്ളത് എല്ലാത്തിനേക്കാളും വലിയ സന്തോഷമായിട്ട് കാണുന്നു. അപ്പൊ പുതിയ പേര് ഇവിടെ വെച്ച് അനൗൺസ് ചെയ്യും. അപ്പോൾ ആ പേരിലും ഈ സിനിമ നിങ്ങൾ സംസാരിച്ചു തുടങ്ങണം, ഇഷ്ടപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. Thank you so much, Tovino, heartthrob of many of us. Alright. അപ്പൊ ഈ സിനിമയിൽ പതിവ് പോലെ തന്നെ സൂപ്പർ മെഗാ ബമ്പർ ഹിറ്റ് ആവട്ടെ. ഇതിന്റെ ഒരു സക്സസ് സെലിബ്രേഷൻ ഇവിടെ തന്നെ നമുക്ക് ഇതുപോലെ കൂടാൻ സാധിക്കട്ടെ. എല്ലാ ആശംസകളും. 2024 പൊളിക്കും. Right. If I could welcome the person sitting right next to him. ഒരു ആങ്കർ എന്ന നിലയ്ക്ക് ഞങ്ങൾ ആങ്കേഴ്സ് പലരും ചില ടേംസ് ഒക്കെ ഇങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ട്. മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ വളരെ അധികം സ്പേസ് ഉള്ള ഒരാള്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു പറയാം. പക്ഷെ ഇത് ഞാൻ ആലങ്കാരികമായിട്ട് പറയുന്നതല്ല, പഠിച്ചു വെച്ചത് പറയുന്നതല്ല, ആത്മാർത്ഥമായിട്ട് പറയുന്നതാണ്. മലയാളം ഫിലിം ഇൻഡസ്ട്രി ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സ്പേസ് ഡെഫിനറ്റ്ലി ഉണ്ട്. ഇദ്ദേഹം ചെയ്യുന്ന ക്യാരക്ടർ ഇദ്ദേഹത്തിന്റെ അത്രയും ഇദ്ദേഹത്തിന് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. If I could welcome Sri Sabir Shah here onto the stage to speak to all of us. സാർ നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു. പിന്നെ നടികർ തിലകത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റിയത് തന്നെ വളരെയധികം സന്തോഷം. കാരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെയല്ല, ഇത് വേറൊരു രീതിയിലുള്ള ഫിലിം കാണുമ്പോൾ മനസ്സിലാവും ഇതിലെ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും കണക്ട് ആയിട്ടുണ്ടാവും. പിന്നെ അതുപോലെ അതിലൂടെ ക്ഷണിച്ച ജീൻ, ലാൽ സാർ, എല്ലാവർക്കും വളരെ സന്തോഷം. പിന്നെ ലാൽ സാറിന്റെ ഞങ്ങളെല്ലാവരും ഇവിടെ വന്ന് കാണാൻ പറ്റിയ സാറിനും പ്രഭു സാറിനും ഞാൻ ഭയങ്കര ഫാനാണ് സാറിന്റെ. പണ്ട് കുറെ കരയിപ്പിച്ചിട്ടുണ്ട് സാറ് വീഡിയോക്ക് പോകുമ്പോൾ. എല്ലാവരും കൂടി തിയേറ്ററിൽ പോയി തന്നെ കാണണം പടം. ഇനി കുറച്ച് നാൾ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിലിം ഇറങ്ങും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. 100% എല്ലാവർക്കും അത് മനസ്സിൽ തട്ടുന്ന കുറെ മുഹൂർത്തങ്ങളുണ്ട് പടത്തിൽ. ഉറപ്പായിട്ടും എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. താങ്ക് യു. ഇത്രയും സംസാരിക്കുമ്പോൾ അധികം സംസാരിക്കണം അദ്ദേഹം ഇന്നലെ പറഞ്ഞുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും ചോദിക്കില്ല, ബുദ്ധിമുട്ടിക്കുന്നില്ല. സോ നമ്മുടെ ഒരു അജണ്ട പ്രകാരം സാർ നമുക്കറിയാലോ, അടുത്തത് പ്രൊഡ്യൂസേഴ്സിനെ വിളിച്ച് അവരായിരുന്നു സംസാരിക്കേണ്ടത്. ബട്ട് റൈറ്റ് നൗ വി ഹാവ് എ ക്വിക്ക് പ്ലാൻ ചേഞ്ച് ആസ് ദേ ആർ നോട്ട് വില്ലിംഗ് ടു കം ഫോർവേഡ് ടു സ്പീക്ക്. സോ ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഉറക്കെ ഒന്ന് മെൻഷൻ ചെയ്യാം. നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ഡെഫിനറ്റ്ലി മൈത്രി മൂവി മേക്കേഴ്സ് ആണ്. ഒരുപാട് സിനിമകളുടെ ഒരു പേര് ഇവരെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ ആവശ്യമില്ല, ഒരൊറ്റ സിനിമ മതി, പുഷ്പ എന്ന മൂവി നമുക്ക് മുന്നിൽ എത്തിച്ചത് മൈത്രി മൂവി മേക്കേഴ്സ് ആണ്. ആൻഡ് പുഷ്പ 2 is getting ready to release. So Godspeed, all the best. അത് പറയുമ്പോൾ Godspeed എന്നുള്ള പേര് കൂടെ ഞാൻ പറഞ്ഞേ പറ്റൂ. നമ്മുടെ മണത്ത് പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് അവര്. ആലൻ ആന്റണി ആൻഡ് അനൂപ് വേണുഗോപാൽ, അവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ് ഓൺ ബിഹാഫ് ഓഫ് ദി ഓഡിയൻസ് ഞാൻ വിഷ് ചെയ്യാണ്. ഒരു സിനിമയും നിർത്തണ്ട, തുടർന്നുകൊണ്ടേ ഇരിക്കട്ടെ. മികച്ച സിനിമകൾ നിങ്ങളുടെ Godspeed-ൽ നിന്നും ഉണ്ടാവട്ടെ. Godspeed. Right. Having said that, ഇനി നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റിലേക്ക് അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് ആ ചടങ്ങിലേക്ക്, ആ ചീഫ് ഗസ്റ്റ് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്ന നിമിഷത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്.
പ്രഭു സരസ്യ അദ്ദേഹത്തിന് വളരെ വലിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. വി ലവ് ഹിം എ ലോട്ട്. അദ്ദേഹം വിളിച്ച് ഒരു കാര്യം ആവശ്യപ്പെട്ടു. രണ്ടിലൊന്നും ആലോചിക്കാതെ നമ്മൾ അതിനൊരു തീരുമാനമുണ്ടാക്കി. നമ്മൾ തിരിച്ച് അദ്ദേഹത്തോട് ഒന്ന് വരുമോ എന്ന് ആവശ്യപ്പെട്ടു. രണ്ടിലൊന്നും ആലോചിക്കാതെ അദ്ദേഹം ഇവിടെ എത്തി. കൃത്യസമയത്തെത്തി. ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്. ഈ സാറിനെ അവിടെ ഇരുത്തുന്നില്ല, നേരെ സ്റ്റേജിലേക്ക് കൊണ്ടുവരാണ്. ലെറ്റ് എവരിബഡി സീ യു ഫോർ വൺ മോർ ടൈം. ഫൈനൽ വെൽക്കം ദി ചീഫ് ഗസ്റ്റ് ഓഫ് ടുഡേ, none other than one of the prominent actors of the industry. We have പ്രിയപ്പെട്ട മക്കളെ, നമസ്കാരം. I don't think I'll go for that paper. Very happy. I'm very, very happy to be here in Kerala. Because people in Kerala love my father so much. And today I'm standing here is only because of the love and affection you show for my father. Thank you so much. എന്റെ അച്ഛൻ്റെ എനിക്കെല്ലാം കൊണ്ട് വെച്ചിരിക്കെ ഭയങ്കര ലവായി இன்னைக்கு இந்த ஆசீர்வாதம் எனக்கு இங்க I'm here. When my father was there, people used to talk about him. When my father wasn't there, people cried over him in Kerala. Wherever I went to some villages shooting. I did some Malayalam pictures with my brothers, Anna, Mamukka Anna, Namma Maapale, Mohanlal, Jairam sir, Philip sir. எல்லாரும் கூட படம் பண்ணியிருக்கேன். அவங்க கூட போகும்போதுன்னா அந்தந்த வில்லேஜ்ல சிவாஜி சாரை பார்த்துட்டு, சிவாஜி சார் எப்படி இருக்காரு, சிவாஜி சார் போயிட்டார், எங்களுக்கெல்லாம் ஆர்ட்டே போயிடுச்சு அப்படின்னு people cried about him. That's the time I know that people in Kerala were in awe of him. They loved him so much. And that love and affection, you are showing it here. So he said, Tovino, you surprised me with all your characters. You are a relentless, very good actor. You are a good actor too, sir. Lal sir, சொல்லவே வேண்டாம், பிரமாதமான actor Lal sir. ஜீன் வந்து என்னோட மகன் விக்ரம் பிரபு மாதிரி Gene, you did a hit movie earlier. You're going to keep doing hit movies. We are welcoming you to Tamil, and Mr. Mailai is welcoming you to Telugu. Please come. We need talented like you, talented people like you, and we need talented artists like you. Lal sir, meter only Malayalam meter, Tamil meter, Telugu meter, எல்லாம் ஆயிட்டு இருக்கேன் சார். அது மாதிரி நீங்க எல்லாம் வரணும். You all had fantastic actors. யாத்ராமணி ஃபாதர் ஆக்ட் பண்ணும்போது அப்போ தரகர் சார் ஒரு பக்கம், நெடுமுடி சார் ஒரு பக்கம், லால் சார் ஒரு பக்கம். ஏய் என்னடா இப்படி ஆக்ட் பண்றாங்க சிவாஜி சார் பிரமாதமா ஆக்ட் பண்றாங்க. What happened was Shivaji sir in between he did not act for about 5 or 6 years. So that time they had called him for this picture. So he went. Everyone wanted to act with Shivaji sir. Nalagan sir told me that. Mama, Nedumudi Anna also told me. And Lal was our father has done 19 films with Mr. Balaji. Suchi father would have 19 films. So father calls Lal Maapala, hey Maapala, Evada, like that. I also call him Maapala because Suchi is my sister. So like this continues. And of course, Mamukka Anna, Durgar and my son Vikram Prabhu are classmates. So we are close there also. Amma, Mrs. Lal, I'm so sorry I didn't come home. I'll come next time. Everyone is speaking about my food only, not about me. No, but that's how my father brought me up. My uncle, Mr. Shanmugam, was there, father's younger brother. He was School of Economics in London. He was the one who took care of my father. So they all brought us all up. Actors anywhere, technicians anywhere, people who come from media anywhere. First thing you ask them is, Saaptingla. That is enough. So that's how I was brought up. I'm so happy that Gene is doing a good job. Maitri production got a very big production. You have my Maapala, Alan. He also has a Godspeed production. So all this together with wonderful actors like Tovino, Shobhi sir, Ipudi illa. Bhavana is also there, right? She's my artist, my Shivai Productions artist. So I wish all of you wonderful success. இது நடிகர் தரகம் அப்படின்னு வரும்போது someone told me, I didn't know about it. They said they put as நடிகர் தரகம். நடிகர் தரகம் is very close to Shivaji sir oda fans oda heart. ரொம்ப close.
So what happened is they called me and they said, "Sir, நடிகர்லாம் வச்சிருக்காங்க. Can you please ask them to change or ask them to write something else?" I said, "I will try." I simply called to Ral sir. Ral sir, படத்துல நடிகர்லாம் எடுக்கிறாங்க சார் யார்? ஐயோ சார் என் பையன் சார், ஜீன் சார். I said, "Sir, எல்லாம் இன்னைக்கு today throughout the world, Shivaji sir is known as நடிகர் தலைவர். All those people who are very affectionate got him. So if you can, I will not force you. If you can, if my son Gene says okay, you please try, and Dovina, please tell Dovina also, because it will be close to their heart also. நடிகர் தலைவர் பேர்ல வந்து அவங்க படம் பண்ணாங்கன்னா it is a very big thing for them. So when they're doing that, please, I request, can you do? Can I? So with all the great heart, with the understanding, these people all, what they did was, they changed the name to Nadigar. I thank you all from the bottom of my heart, for my family, for the thousands of Shivaji sir fans. நீங்க வந்து டைட்டில் வந்து நடிகர் தலைவர், you have made it as நடிகர். You are a great நடிகர். Don't worry. All the best actors are there. And after all these movies, you are going to become a நடிகர் தலைவர். So no problem. You are going to save Mr. Shivaji sir. So thank you so much for being so understanding, Mr. Lal. Gene, I know how it is today's youngsters. நான் 250 films பண்ணிருக்கேன். 75 directors I have introduced. Okay, I'm very proud about that. Directors like you, P. Vasu sir, Arvind Kumar. So they have all, from an assistant director, I see them and I pick them out. The reason was, I was forced to do 19 films with my father at that time. I wanted to get away from my father. Okay, Shivaji sir was a tree, banyan tree, I only could live my hand outside. I'm under a shade. I can't get his name, but I tried to save his name. I think I've done that much. Okay? So, this Nadigar Talagam is very close to our heart. Please don't mistake us. People of Kerala also, please don't mistake us. We only requested. We did not force anyone. We requested. Maatirukanga, Nadigar Peru. Nadigar Periya hit out also Maitreyi sir. He's one of the big producers in Telugu. Very happy to see him. And of course, Alan, you're going to become big time. Soon you're going to take 10 commandments and a picture bigger than Bahubali. Okay, a picture bigger than Ponniyin Selvan. Thank you so much. It was wonderful to meet you all. First of all, the Lal sir family ke namaskaram. Chechi, I will come one day. I did not come today. I'll come one day and I will have Panchanam. Okay. Thank you. Thank you so much, ladies and gentlemen. Thank you so much. Thank you the whole team of Nadigar Talagam to have changed the name to Nadigar. Okay? From today, this film is Nadigar. Okay? Thank you so much for understanding us and understanding the thousands and millions of fans of Mr. Shivaji's Nadigar Talagam's fans. Their wishes. Thank you so much. Please. So kind of you. Okay, thank you. Your name? Okay, so that's the story, and I think on the first look, yeah. Anup sir, உங்க பேரை மென்ஷன் பண்ண தப்பான வச்சுக்கிறீங்க. Thank you. Mr. Anup வாங்க. வருங்க. Thank you so much. நடிகர் திலகம் பேர், நடிகர் திலகம் title is changed to Nadigar. Okay? Yeah, my handsome hero Tovina is there. He is a Nadigar. You're going to become a Tilagam one day. Okay? Thank you so much, Gene. Thank you for understanding us, and thank you for
coming out with this wonderful guest. Thank you, Alan. Thank you, Alan. Thank you. Sir. Thank you, sir. Thank you, boss. Thank you. Thank you, gentlemen. You சரியா இல்லைன்னா நமக்கு க்ளோஸ் அப் சரியா இருக்காது. Thank you so much. Thank you. The whole team of Nadigar, thank you so much. Sir, and hello to all the media and press. Thank you so much. All the affection you showed to me is because of my father. And thank you so much for always being there for us. Thank you. Vanakkam. ഓക്കെ സാർ പറഞ്ഞു ഇത് നമ്മളൊന്ന് കാണാൻ പോവാണ്. പേര് ചേഞ്ച് ചെയ്ത് നടക്കുമ്പോൾ ഫസ്റ്റ് ലോഞ്ച് ആണ് ഓൺ സ്ക്രീൻ നടക്കുന്നത്. ഓക്കെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പത്ര മീഡിയ പ്രവർത്തകരുടെ എല്ലാം ഉദ്യോഗസ്ഥർക്ക് ഇനി ഇതൊരു പുതിയ പേര് ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ സഹായം കൊണ്ട് മാത്രമായിട്ട് കഴിയുള്ളൂ. അത് നിങ്ങളുടെ പ്രശ്നം പൂർണ്ണമായിട്ടും ഉണ്ടാവും. ഞങ്ങളുടെ കൂടെ നിങ്ങൾ റിലീസ് വരെയും റിലീസ് കഴിഞ്ഞും ഒക്കെ ഉണ്ടാവുമെന്ന് ഒരുപാട് വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി നിങ്ങളോടൊക്കെ അപേക്ഷിക്കുകയാണ്. ഇവിടെ വന്നു ചേർന്ന എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ടെക്നീഷ്യന്മാർക്കും ഉദ്യോഗാർത്ഥികൾക്കും